കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ ഉണ്ടായ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ, പരസ്പരം പോർവിളികളും ഒരു ഘട്ടത്തിൽ കയ്യാങ്കളി വരെ അടുത്ത് എത്തുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിയുടെ സമയോചിതമായ ഇടപെടൽ മൂലം ആ കയ്യാങ്കളി ഒഴിവായി. അതല്ലായിരുന്നുവെങ്കിൽ നിയമസഭയ്ക്കകത്ത് ഒരു കൂട്ടയടി നടക്കുമായിരുന്നു. കൂട്ടയടി പുതുമയുള്ള കാര്യമല്ല എങ്കിൽ തന്നെയും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിയമസഭയിൽ ഇങ്ങനെ ഒരു വാക്പോരും പരസ്പരം കയ്യാങ്കളിയൊക്കെ നടത്തുന്നത് ഇന്നത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രതിഷേധമായിട്ട് മാത്രമേ ജനങ്ങളെടുക്കൂ, ഇരുഭാഗത്തെയും കുറിച്ച്. എന്തായാലും ആ പ്രക്ഷുബ്ധമായ രംഗം ഉണ്ടാവാനുണ്ടായ കാരണങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ അടുത്ത കാലത്തെ കേരള രാഷ്ട്രീയത്തിലുണ്ടായ ഒരു ചെറിയ പോളറൈസേഷൻ, ചെറിയ ഒരു രാഷ്ട്രീയ ചലനം, ആ ചലനം എന്ന് പറയുന്നത് CPM-ലാണ്. ഭരണകക്ഷിയായ അല്ലെങ്കിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് CPM. ആ CPM-നകത്തു നിന്നാണ് ഒരു MLA, ആ MLA ഭരണകക്ഷി വിട്ട് സ്വതന്ത്രനായി മാറി നിൽക്കുന്നത്. ഭരണകക്ഷി എന്ന് പറയുമ്പോൾ അദ്ദേഹം പാർട്ടി അംഗം അല്ലായിരുന്നു. പാർട്ടി സ്വതന്ത്രനായിട്ട് നിന്നാണ് 2 പ്രാവശ്യം അദ്ദേഹത്തെ നിലമ്പൂരിൽ നിന്നും വിജയിപ്പിച്ചത്. പാർട്ടി വക്താവായി തന്നെയാണ് സഹചാരിയായിട്ട്, പാർട്ടിയുടെ വക്താവായിട്ട്, പാർട്ടി അംഗമല്ലെങ്കിലും പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് പാർട്ടിയുടെ നയപരിപാടികൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയെല്ലാം അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം CPM-ന്റെ പാത വിട്ട് പോകാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം, ആ സാഹചര്യം എന്ന് പറയുന്ന 2 വ്യക്തികളിൽ കേന്ദ്രീകരിച്ചാണ്. അല്ലാതെ ആശയപരമായ അഭിപ്രായ വ്യത്യാസമോ പാർട്ടി എടുക്കുന്ന നയപരിപാടികളുണ്ടായ അഭിപ്രായ വ്യത്യാസമോ അല്ലാതുള്ള കാര്യങ്ങളോ ഒന്നുമായിരുന്നില്ല. 2 വ്യക്തികളിൽ കേന്ദ്രീകരിച്ചുള്ള അഭിപ്രായ ഭിന്നത. അത് ഒന്ന് ഒരു ADGP, ഒന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. ADGP എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നേരത്തെ തന്നെ പല ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായിട്ട് ബന്ധമുണ്ട്, ചില കൊലപാതകങ്ങൾ അദ്ദേഹം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിരവധി ഇങ്ങനെയുള്ള ചില ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ടായി. ആ ആരോപണം തന്നെയാണ് അൻവർ MLA ഉയർത്തിയത്. അദ്ദേഹത്തെ മാറ്റണമെന്ന് ശക്തിയായി അദ്ദേഹം വാദിക്കുകയും അത് നടക്കാതെ വരികയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റണമെന്നുള്ള അഭിപ്രായം. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരിൽ നടപടിയെടുക്കാനുള്ള ഏക അവകാശം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്കാണ്. അല്ലാതെ അൻവർ പറയുന്ന പോലെ ഒരു നടപടി CPM-നകത്ത് എടുക്കാൻ പറ്റത്തില്ല. അതങ്ങനെ നിൽക്കട്ടെ. എന്തായാലും അൻവർ പുറത്തുപോയി പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ പേരല്ല ഇട്ടതെങ്കിൽ തന്നെയും കുറച്ച് കഴിയുമ്പോൾ അത് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട നിലമ്പൂർ ചന്തമുക്കിൽ കൂടിയ ആ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം 1 ലക്ഷം പേരെ പങ്കെടുപ്പിക്കുമെന്നാണ് പറഞ്ഞതെങ്കിൽ തന്നെയും ആ 1 ലക്ഷം പേരെന്നുള്ളത് ആരും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഒരു 5000-6000 പേര് ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരെല്ലാം എല്ലാവരെയും പ്രവർത്തകരായി കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്. എന്നാൽ ആ പകുതി പേരെയെങ്കിലും കിട്ടുമെങ്കിലും അതും നേട്ടമാണ്. ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ എത്ര
CPM-ന്റെ പാർട്ടി അംഗങ്ങൾ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഒരു 10-20 പേരുണ്ടാവും. അതിനപ്പുറം ഉണ്ടാവാൻ സാധ്യതയില്ല. മറ്റെല്ലാവരും തന്നെയും അനുഭാവികൾ, കോൺഗ്രസ് പാർട്ടിയുടെ അനുഭാവികളും പ്രവർത്തകരും, BJP-യുടെ അനുഭാവികളും പ്രവർത്തകരും, ലീഗിൻ്റെ അനുഭാവികളും പ്രവർത്തകരും, അങ്ങനെ എല്ലാം കൂടിയാണ് 5000-6000 ജനങ്ങൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നത്. അത് അങ്ങനെ നിൽക്കട്ടെ. ഒരു പുതിയ പാർട്ടി കേരളത്തിൽ, ഒരു പുതിയ പാർട്ടി ഉദയം കൊള്ളുന്നു, ജന്മമെടുക്കുന്നു. അതിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അഭിപ്രായം, പിന്നീട് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം രൂപീകരിക്കാൻ കഴിയും. എന്തൊക്കെയായിരുന്നു തിരിച്ച് ആ സമ്മേളന സ്ഥലത്ത് തന്നെ അടുത്ത ദിവസം CPM സമ്മേളനം നടത്തുന്നു. അവിടെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ പ്രസംഗിക്കുന്നു. വളരെ പ്രായം ചെന്ന 2 വിശിഷ്ടാതിഥികൾ വേദിയിലിരിക്കുന്നു. അതിലൊന്ന് TK ഹംസയും മറ്റൊന്ന് നിലമ്പൂർ ഐഷയുമാണ്. TK ഹംസ മുൻ മന്ത്രിയാണ്. അതിന് വളരെ മുമ്പ് അദ്ദേഹം കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു, പാലക്കാട് DCC പ്രസിഡന്റ്. ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ, പൊതു തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് അദ്ദേഹം ആഗ്രഹിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ മത്സരിക്കുന്നതിന് വേണ്ടുന്ന സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന് ലഭിച്ചില്ല. അതിൽ കുപിതനായാണ് അദ്ദേഹം കോൺഗ്രസ് വിടുകയും CPM-ന്റെ താവളത്തിലെത്തുകയും അങ്ങനെ CPM അദ്ദേഹത്തെ സ്വതന്ത്രനായി മത്സരിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അതായത് നമ്മുടെ അൻവറിനെ പോലെ അല്ലെങ്കിൽ ജലീലിനെ പോലെ അവരൊന്നും സീറ്റ് കിട്ടാത്തതുകൊണ്ടല്ല, കോൺഗ്രസിന് അവരുദ്ദേശിച്ച സീറ്റ് ലഭിക്കാത്തതുകൊണ്ടല്ല ജലീലും അൻവറും വന്നത്. അങ്ങനെ പിന്നീട് മറ്റൊരു വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് നിലമ്പൂർ ഐഷ എന്ന് പറയുന്ന വളരെ പ്രായാധിക്യം ചെന്ന ഒരു സ്ത്രീയാണ്. അവരെക്കുറിച്ച് പറയുമ്പോൾ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് അവർ വള്ളച്ചെറുതിലെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവർ നാടകങ്ങളിൽ അഭിനയിച്ചു. അന്ന് പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒരു നാടകത്തിൽ അഭിനയിച്ചാൽ അന്നുണ്ടാവുന്ന കോലാഹലം വളരെ വലുതായിരുന്നു. അപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി നാടകത്തിൽ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ അന്നുണ്ടായ കോളിളക്കം നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമായിരിക്കും. അങ്ങനെ നിലമ്പൂർ ഐഷ അതിലിപ്പോൾ അവരനുശേഷം നിരവധി നാടകങ്ങളിലും സിനിമകളിലൊക്കെ അഭിനയിച്ചു. അങ്ങനെ ആ ഐഷയും വേദിയിലുണ്ടായിരുന്നു. നിലമ്പൂർ ഐഷയ്ക്ക് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കേരള നിയമസഭയുടെ പ്രഥമ നിയമസഭ. ആ പ്രഥമ നിയമസഭയിൽ അംഗമായിരുന്ന കുഞ്ഞാലി MLA, നിലമ്പൂരിൽ നിന്നും വിജയിച്ച കുഞ്ഞാലി MLA, അദ്ദേഹം കൊല്ലപ്പെട്ടു. വെടിവെച്ചാണ് കൊന്നത്. അത് ഇന്ത്യയിൽ തന്നെ ഒരു പുതിയ സംഭവമായിരുന്നു. ഒരു നിയമസഭാംഗത്തെ വെടിവെച്ച് കൊല്ലുന്നത് ഒരു പുതിയ സംഭവമായിരുന്നു ഇന്ത്യയിൽ ആദ്യ സംഭവം. ആ കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്ന കേസിൽ 6-ാമത്തെ 7-ാമത്തെ പ്രതിയാണ് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ആര്യാട മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ സഹോദരി കൂടിയാണ് നിലമ്പൂർ ഐഷ. അത് കൂടി പറയുന്നതിന് വേണ്ടിയാണ് ഇത്രയും വിശദീകരിച്ചത്. എന്തായാലും വിജയരാഘവൻ പൊതുസമ്മേളനത്തിൽ പറഞ്ഞ 1-2 സെൻറ്റൻസിനെ എടുക്കുകയാണ്. ഒന്ന്, അൻവർ വർഗവഞ്ചകനാണ്. പാർട്ടിയിൽ നിന്നും CPM-ന്റെ പാർട്ടിയിൽ നിന്നും ഒരാളിനെ പുറത്താക്കുകയോ ഒരാൾ പുറത്തു പോവുകയോ ചെയ്താൽ സാധാരണ പറയുന്ന ഒരു പ്രവണതയാണ് അയാൾ വർഗവഞ്ചകനാണ്. ഈ വർഗവഞ്ചകൻ എന്നുള്ള പേര് കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത് 1964-ലാണ്. 1964-ൽ CPI പിളർന്നപ്പോൾ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ
ഒരു വിഭാഗം ആൾക്കാർ പുറത്തുപോയി CPM, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ടാക്കി. അന്നത്തെ CPM-കാരാണ് CPI-കാരെ വിളിച്ചത് വർഗവഞ്ചകയെന്ന്. ആ വർഗവഞ്ചകൻ എന്നുള്ള ഇതിന് മുമ്പേ സോവിയറ്റ് റഷ്യയിലും ചൈനയിലൊക്കെ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആ വാക്ക് ഉപയോഗിക്കുന്നത് അന്ന് രണ്ടായി പിരിഞ്ഞ CPM ഉണ്ടാക്കിയ ആ CPM-കാരാണ് അവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ വർഗവഞ്ചകർ എന്ന് അഭിസംബോധന ചെയ്തത്. 1964 അത് തന്നെയാണ് പതിറ്റാണ്ടിന് ശേഷം ഇപ്പോൾ വിജയരാഘവൻ അത് ഉപയോഗിക്കുമ്പോൾ ആ വാക്ക് വർഗവഞ്ചകൻ എന്നുള്ള വാക്ക് അതുമായി ചേർന്ന് നിൽക്കുന്ന അക്ഷരങ്ങൾ എല്ലാം തന്നെ കാലഘട്ടപ്പെട്ടതാണ്. ഇന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതൊന്നും ഇപ്പോൾ പ്രസംഗിക്കാതെ കഴിഞ്ഞ നിയമസഭയിലും ഈ നിയമസഭയിലും CPM-ൻ്റെ വോട്ട് കൊണ്ട് വിജയിച്ച അല്ലെങ്കിൽ CPM-കാർ വിജയിച്ച് നിയമസഭയിൽ എത്തിച്ച അൻവർ എന്ന MLA ആ പാർട്ടി വിട്ട് പുതിയ ഒരു സംഘടന ഉണ്ടാക്കുന്നതിനുണ്ടായ രാഷ്ട്രീയ ഭൗതിക സാഹചര്യം അത് പഠിക്കുകയും അത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യേണ്ടതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ CPM ചെയ്യേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പത്രാധിപരുടെ പ്രതികരണം ഇവിടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.